ഗൈസ്, അപ്പോൾ ഞങ്ങൾ ലണ്ടനിലേക്ക് പോവാ. നമ്മളെങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ ഞങ്ങളിപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ ഗൈസ്, ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഫ്രൂട്ടി എടുത്ത് കുടിച്ചു. കാരണം എപ്പോഴും കുറയ്ക്കണം ഞങ്ങളുടെ ഒരു ശീലമായി പോയി. ഇഷക്കട്ടടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങളിപ്പോൾ ഫ്രൂട്ടി കുറയ്ക്കാൻ പോവുകയാണ്. കുറയ്ക്കാനല്ല, കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് വന്നതല്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന്, ഞാനല്ല ഇവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഗ്രേറ്റ് ഒരു MLA എന്നാ വിചാരം. ഒട്ടിക്കത്തെ കോളിങ്ങാ അറിയാലോ. അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. നീ എങ്ങോട്ടാ നോക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നുമില്ല. നീ കുറയ്ക്കുന്നില്ല? നിനക്ക് തന്നില്ല ഇഷ സ്ലൈസ്? എനിക്ക് അല്ലേലും ഇഷ ഒന്നും തരൂലോ. How is the fruity girl? ഗൈസ്, ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുക. സ്ലൈസ് ജസ്റ്റ് 10 രൂപ. മാങ്ങ കഴിച്ച അതേ അനുഭൂതി. തീർച്ചയായും. എന്തോ കേട്ടില്ല. ഇതിന്റെ ഫേസില്ലടി. മന്ത് പക്ഷെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല. എനിക്ക് തീരെ പേടിയില്ല. കണ്ടാലും പറയും. ഇവരെന്നെ മറ്റേ ചെയ്യാ ഞാൻ അത്ര കാര്യമല്ല. ഇവരെന്നെ ചെയ്യാൻ നോക്കി. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് താല്പര്യം ഇവര് റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇത് പോകണമെന്നില്ലേ ചേർത്തി 100 കിലോ ടിക്കത്ത് ഇംഗ്ലീഷ് പൊന്നിടും. എന്തൊന്നും പൊത്തില്ല തോന്നുന്നു. ഇങ്ങനെ പേടിപ്പിക്കാണ്. അങ്ങനെയാണ് ശരിക്കും. അങ്ങനെയാണ് ഭയങ്കര പേടി. പോകുമ്പോ അല്ലേ സ്പീഡിൽ പോകുമ്പോ ആടി നമ്മുടെ ബോഡി ഫുള്ളും. അപ്പൊ നമ്മളിങ്ങനെ പിടിക്കണം. എവിടെ പിടിക്കണം? നീ എവിടെ പിടിക്കണ്ട? പൊങ്ങാപോണു എഴുതില്ലല്ലോ. Cabin crew to take off station. Are you ready for Kana? നോൺ വെജ് പറയുള്ളൂ. ഞങ്ങൾക്ക് അതാണല്ലോ ഇഷ്ടം. ഒളിച്ചിരുത് ഒളിച്ചിരുത്. അപ്പോൾ ആ ഫുഡ് വരട്ടെ. ഗൈസ്, ഞങ്ങൾക്കൊരു മൂഞ്ചൽ പറ്റി. വല്ലാത്ത മൂഞ്ചൽ. എന്താന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം. അവിടുത്തെ ആൾക്കാർക്ക് നോൺ വെജ് ചോദിക്കണ്ടല്ലോ. ഗൈസ്, ഒരു നോൺ വെജും 2 വെജും മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. സോ പൂവർ. നോൺ വെജ് തീർന്നു പോയിരുന്നു. ഞങ്ങൾ അതിൻ്റെ മനോവിഷമത്തിലാണ്. ഞാൻ എന്തായാലും നോൺ വെജ് എടുത്തു. അവളുടെ ചിക്കൻ പീസ് എനിക്ക്.
നിൽക്കണ്ടടി അതെ അവളെന്താ തുറന്നു വിട്ടു എടുക്കും തുപ്പിയാൽ കുഴപ്പമില്ല, എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഗൈസ് മൂഞ്ചലായി. ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ വെജ് കഴിക്കേണ്ട അവസ്ഥ തീരാ. പൈസ കൊടുത്തത് വെറുത്തല്ലേ അതെ, ഞങ്ങൾക്ക് വെജ് കുഴപ്പമില്ല. എന്നാലും നിന്റെ തുറക്കാൻ ഞങ്ങൾക്ക് ചിക്കൻ കഴിക്കാൻ. ഗൈസ് ഫുഡ് കുഴപ്പമില്ല, കഴിക്കാൻ കുഴപ്പമില്ല, അങ്ങനെ പറയാം. അപ്പോഴാണ് വീട്ടിലത്തെ ഭക്ഷണത്തിന്റെ വില മനസ്സിലാവുന്നത്. അതെ, ഇപ്പൊ തുടക്കം കുറേ മനസ്സിലാക്കാൻ പോകുന്നു. അതെ, ഇത് തുടക്കം മാത്രമേ അയച്ചുള്ളൂ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ വെജ് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ തൈര് കൂട്ടി കഴിക്കാം. ഞങ്ങൾക്ക് കിട്ടിയത് ഇന്നലെ ഓണായിരുന്നു കൈസ്. എന്നിട്ട് അതിന്റെ ബാക്കിയാ തോന്നുന്നത് അവര് വീട്ടിലുണ്ടാക്കിയത്. ഇതെന്താണ് ക്യാബേജോ അവിയലും. ഞാൻ വീട്ടിൽ പോയത് കഴിക്കാറില്ല. അവർക്ക് ചിക്കൻ കറി ചിക്കൻ പിടി. ഓ ട്രൂ ലവ്, നന്മയുള്ള ഗൈസ്. അവിയൽ തിന്നുന്ന പാവം കുട്ടി. ഞാനിത് പ്രതിഷേധിക്കുന്നു ഗൈസ്. ഓളെ പാത്രം ഒന്ന് എടുത്തരോ? എന്റെ മേലെ തലക്കിട്ട് പിന്നെ ഓളെ പ്ലേറ്റ് ഒന്ന് എടുത്തരോ? അവള് കഴിക്കത് വേണ്ട. അവൾക്ക് വലിയ പീസ് കിട്ടിയല്ലോ. പിന്നെ എന്താ വേണ്ടത്? എന്താണ് എന്തോ പച്ചക്കളർ പൈസ തോന്നുന്നു. പിന്നെ ബണ്ണ്, തൈര് അതൊക്കെ കിട്ടിയിട്ടുണ്ട്. കഴിയാടി കഴി. ഈ രസമുണ്ടോ? എങ്ങനെയുണ്ട് റിവ്യൂ? ഓക്കെ പിന്നെ ഞാൻ എന്തെടുക്കാം? നീയല്ലേ വ്ളോഗർ? അപ്പോൾ ഗൈസ് ഇത് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് കൈ കെട്ടി മിസ്റ്റർ പെർഫെക്റ്റ്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് വെജ് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് മാത്രമല്ല വീട്ടിലത്തെ ഭക്ഷണത്തിൻ്റെ വില പറയൂ കുട്ടി. വളരെ നന്നായിട്ട് നമ്മളിപ്പോൾ അറിയുന്നു. അതെ, ഇപ്പൊ തുടക്കമായിട്ടുള്ളൂ അറിഞ്ഞുകൊണ്ടിരിക്കണേ. അതെ, ഇനി വേറെ കളികൾക്കാണ് പോകുന്നേ ഉള്ളൂ. പിന്നെ കിട്ടിയത് അവിയൽ, ഇന്നലത്തെ അവിയലാന്ന് തോന്നണേ. അവരുടെ ഇന്നലെ സദ്യന്റെ ബാക്കി ഉണ്ടായപ്പോൾ അവരത് നമുക്ക് ഇന്ന് വിളമ്പി തരുകയാണ്. അതെ, പിന്നെ ചോറ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. കിട്ടിയതായി അല്ലാണ്ട് എന്താ പറയാ. അതെ മോളെ ഇവള് നിർത്താണ്ട് തിന്നോണ്ടിരിക്കുക. ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നിട്ടാ. എല്ലാം ഇഷ്ടപ്പെട്ടു. സ്റ്റെഫിനെ വീട്ടിൽ കൊണ്ടുപോകണം ചോദിക്കാവോ? ദൈവത്തിനറിയാം. സ്റ്റെഫിനല്ലേ ഷാഫ് മോന്തിരിക്കണമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് മോന്ത ഇങ്ങനെ ഇരിക്കണത്. എയർ ഇന്ത്യ ഫുഡ് മസ്റ്റ് ട്രൈ. മധുരമൽപ്പം ചേർക്ക്, പിന്നെ മിക്സ് പിന്നെ മിക്സ് തുടങ്ങി. അയ്യോ, ഈ പാല് കൂടെ ഒഴിക്കില്ല. ഇനി വേണോ? ഇതൊഴുക്കി പാലൊഴിക്ക. മേലൊഴിക്കില്ല കേട്ടോ പാല്. പാലഭിഷേകം സ്വാമിക്ക്. മധുരമൽപ്പം പിന്നെ മിസ്ക് മധുരം കുറേ പിന്നെ മിക്സ് തുടങ്ങൂ. ആ കപ്പിൽ നിന്നും ഈ കപ്പിലേക്ക് ടേസ്റ്റ് കുടിക്കും. എവിടെ ഇരിക്കും നമ്മളിപ്പോ തന്നെ പഞ്ചസാര ഞാനാണ് ഇട്ട്. നീ കുടിക്കുന്നുണ്ട് ചായ? എന്താ പഞ്ചസാര പ്രശ്നമുള്ളൂ? പഞ്ചസാരല്ലേ? പഞ്ചസാര വേണോ എപ്പോഴും എക്സ്ട്രാ പഞ്ചസാരക്ക് ചോദിക്കാം. ഓക്കെ, എന്തോ വെള്ളക്കളപ്പൊടി ഇട്ടിട്ടുണ്ട്.
ഫോണും ലൈൻ വരക്കി കുറച്ചായിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കും മൊത്തം പൊടി. സോറി. കുടി 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 കലക്കിയിട്ട് കുടി. നീ കുടിക്കും, ഞാൻ വീഡിയോ എടുത്തരാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലൊരു ചായ എൻ്റെ ലൈഫിൽ ഞാൻ കുടിച്ചിട്ടില്ല. നിങ്ങളോ? ആ സോറി, കാപ്പി അതാ ചായ തിരിച്ചറിയാത്തൊരവസ്ഥ. അത് ഉഷാറായി. അവിടെ തുടങ്ങിക്കോ. ഞാൻ ഫുഡിന്റെ റിവ്യൂ കുഴപ്പമില്ല. എനിക്ക് ബണ്ണും ബട്ടറും അടിപൊളിയായിരുന്നു. വേറെ ഒന്നും ഇഷ്ടമായിരുന്നു. വെള്ളം കൊള്ളാം, വെള്ളം കൊള്ളാം. ഇത് എത്ര രൂപേൻ്റെ വെള്ളമാണ്? 6 രൂപേൻ്റെ വെള്ളമാണോ നിങ്ങൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്? ടാറ്റ കോപ്പർ ഫ്രഷ് നാച്ചുറൽ വാട്ടർ. കോപ്പറാണോ കൊപ്പർന്നാണോ? ഇതിൽ കോപ്പർ കണ്ടന്റ് ഉണ്ട്, യുനോ ഗോൾഡ് കണ്ടന്റ്. കോപ്പർ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡിൽ എനിക്കൊന്നും ഇഷ്ടമായില്ല. എനിക്ക് വെള്ളം 6 രൂപയുടെ കോപ്പർ വെള്ളം മാത്രമാണ് എനിക്ക് ഇഷ്ടമായത്. ടാറ്റ കോപ്പർ. ടാറ്റയുടെ ഈ ഫ്ലൈറ്റ്, അതോടെ ടാറ്റ കോപ്പർ. ക്ലവർ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചായയാണ്. അടിപൊളി ചായ 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 കഴിഞ്ഞോ? കഴിഞ്ഞല്ലേ? ചായ ഒരു രക്ഷയില്ല. ഏത് ചായയാണ് ചായ? മസ്റ്റ് കുടിക്കേണ്ട സാധനം. പിന്നെ ആ വീല് കറി, ഇന്നലത്തെ വീല് കറി കൊണ്ട് പറയല്ല, പൊളി ടേസ്റ്റ് ചെയ്യുന്നു അല്ലേ? ഇവൾക്ക് മാത്രം ചിക്കൻ കിട്ടി ഗൈസ്. പക്ഷെ ഞാൻ ആ ചിക്കൻ ഇപ്പൊക്കെ കൊടുത്തു ഗൈസ്. ഞങ്ങൾ ആ സ്ഥലത്ത് നന്മയുള്ള ലോകമേ. അപ്പൊ ഗൈസ് അടുത്ത ഫ്ലൈറ്റിലെങ്കിലും സാൻഡ്വിച്ചോ ചിക്കൻ സാൻഡ്വിച്ചോ ബർഗറോ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. ബർഗർ, ഒരു മീഡിയം സൈസ് പിസ്സ, ഒരു പെപ്സി, ഇതൊക്കെ നമസ്തേ. നമസ്തേ. अब हम दिल्ली आजा आजा जाओना. അതെ जाओന दिल्ली कई पत्ती कंडू है. ठीक है, बहुत अच्छा है. अच्छा अच्छा देखो देखो बैक कैमरा देखो. Look at this. Wow. कईयों है Wow. ऐसा 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 ഇത് പഞ്ചാബി ഡാൻസ്. അപ്പൊ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അരേ പഞ്ചാബി മാമ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഡൽഹി എന്താണ് എയർപോർട്ടിന്റെ പേരെന്താ? ഇന്ദിരാഗാന്ധി എയർപോർട്ടിലാണ്. അപ്പം ഞങ്ങൾ നല്ല തളർന്ന് ക്ഷീണിച്ചു. ഇവിടെ ഫുള്ള് സീനാണ് ഗൈസ്. എന്തോരം ചുറ്റി നടന്നിട്ടാണെന്ന് അറിയോ ഒന്ന് കണ്ടുപിടിച്ച ഒരു പാസ്പോർട്ട് ചെക്കിനൊക്കെ. പാവശാനി മോള് തളർന്നു. അല്ല മോള് തളർച്ച. വയ്യ ഗൈസ് വയ്യ. വയ്യാതെ ഇനി ഇവിടെ 6:45 വരെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ലണ്ടനിലേക്ക് പോവാൻ. 6 മണിക്കൂർ പോസ്റ്റ് അടിക്കണം. അപ്പോൾ പട്ടിണിയാണ് പട്ടിണി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. ചെക്കിൻ ചെയ്യാൻ ഞങ്ങൾ 2 മണിക്കൂർ എടുത്തു. നിങ്ങൾ വിചാരിക്കാൻ എന്ത് ഇത്ര മണിക്കൂർ എടുത്തേന്ന്? ചുമ്മാ പറയാം. 2 മണിക്കൂർ എടുത്തു. കാരണം 1.5 മണിക്കൂർ ഞങ്ങൾ ഇവിടെ ഫുൾ തപ്പി നടന്നു. ചെക്കിനെ എവിടെ ചെയ്യാന്ന്. അത് കഴിഞ്ഞാണ് ഞങ്ങൾ കണ്ടുപിടിച്ചത് എവിടെയാണ് ചെക്കിൻ സാധനം. അത് കഴിഞ്ഞിട്ട് പോലീസുകാരുടെ ഊക്കും മേടിച്ച് ഞങ്ങൾ സന്തോഷവതികളായിട്ട് ഇരിക്കുന്നു. നല്ല സന്തോഷവും സമാധാനമുണ്ട്. പക്ഷെ ഇത്തിരി വിശപ്പുണ്ട്. കാശ് നഹി മാലൂം. ഞങ്ങൾ ഹിന്ദിയിൽ ഇപ്പോൾ ഫ്ലുവൻ്റ് ആയിക്കാണ് അല്ലേ? അതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഹിന്ദി കമൻ്റ് ഉണ്ടോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞങ്ങൾ ഫ്ലുവൻ്റ് ആയതുകൊണ്ടേ അല്ല ഇനി ഞങ്ങളിപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നങ്ങണ്ടല്ലേ? ഇന്ദിരാഗാന്ധി. സോറി, ഇന്ദിരാഗാന്ധി എയർപോർട്ട്. അപ്പോൾ അമൃതഗാന്ധി അതെനിക്കറിയാഞ്ഞിട്ടല്ല പേര്. പിന്നെ ഇവർക്ക് അറിയണ്ടോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ. അതെ. പിന്നെ ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്തു. കുറച്ച് സമയം അധികം സമയം എടുത്തു. 2 മണിക്കൂറോളം എടുത്തു. 1.5 മണിക്കൂർ ഞങ്ങൾ ഇവിടെ തപ്പി നടന്നു. എന്ത് വലിയ എയർപോർട്ടാണ് റിവേഴ്സ്. ഫുൾ കുറേ ആൾക്കാരും ഇവരും ആകെ ക്ഷീണിച്ചു. പുച്ഛം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ പോലീസുകാരും അവിടെ അങ്കിൾസ് കുറേ ഉണ്ടായിരുന്നു. അവരെ ഊക്ക് മേടിച്ച് ഞങ്ങൾ മരിച്ചു. അത് തന്നെ പറയാം. ഒരു സ്ഥിര കാര്യമായതുകൊണ്ട് നമ്മളത് മൈൻഡ് ആക്കിയിട്ടൊന്നും ഇല്ല. അതെ എനിക്ക് മാത്രമല്ല ഇവൾക്കും കിട്ടി. അതെ എനിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ടും ഇവൾ ജീവിച്ചു പോകുന്നു. പിന്നെ ഇഷമോള് ഒരു താക്കോൽ അപ്പനും അമ്മേനെ കൊണ്ടുപോകാനുള്ള താക്കോൽ എന്റെ അപ്പൻ നിൽക്കുന്ന താക്കോൽ എന്റെ ബാഗിൽ ഇരിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ അപ്പനും അമ്മയിലേക്ക് പോവണ്ട. അതെ ഞാൻ ലണ്ടനിൽ പോയാൽ മതി. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങളിവിടെ കൊറിയർ സർവീസ് തപ്പി തെണ്ടി നടന്നു. ഹിന്ദിയിൽ ഞങ്ങളിപ്പോൾ ഫ്ലുവൻ്റ് ആയിരിക്കും. ബഹുത്ത് അച്ഛാ ഹേ. അതെ മുഷ്കിൽ പിങ്കരേക്ക് തോത്തേശേ പോലി ഞാൻ പഠിച്ച പോയാണ് പണ്ട് 6ാം ക്ലാസ്സിൽ. ഒരു വിറ്റഡായിട്ട് ഒരു ഹിന്ദി ചേച്ചി ഞങ്ങളോട് പൂര ഹിന്ദി. ഞങ്ങൾക്ക് പൂര ഏതാ മറ്റേതൊന്നും മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങളിപ്പോ അച്ഛനെ വലിച്ച് ഞങ്ങളുടെ പോന്ന്. അയ്യോ അത് പറയണേ നിർത്തിക്കോ. സെക്കൻഡ് ഫ്ലൈറ്റ് കയറി ലണ്ടനിലേക്കുള്ള ഡൽഹിയിൽ നിന്ന്. നൈസ് ഫ്ലൈറ്റ് ആണ് ഗൈസ്, നൈസ് ഫ്ലൈറ്റ് ആണ്. തളർന്നു. കുറേ 6.25 മണിക്കൂർ എയർപോർട്ടിൽ പോസ്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ കോലം നോക്കൂ ഗൈസ്. അതെ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമായിട്ടുണ്ട് എല്ലാവർക്കും. ഫുഡ് ഇപ്പം തന്നെ ഒരു ഉണ്ടാക്കാൻ പോകണം. അടിപൊളി ഫൈറ്റ് ടയറിൻ്റെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നന്നായിട്ടുണ്ട്. പൊളി സെറ്റ്. ഇവിടെയൊക്കെ നല്ല ലൈറ്റും TV ഒക്കെ വായിട്ടുണ്ട്. ഞാൻ ആവശ്യം വല്ല ലൊക്കടായിരിക്കുന്നു ഉള്ള എന്തായാലും TV സത്യം മാത്രമില്ല ഒരു പിന്നതിൻ്റെ തെരുവായിരിക്കും. പിന്നെ കണ്ടത് സെറ്റൊക്കെ സാധനം അടിപൊളി സെറ്റപ്പ്. ഞാൻ വിചാരിച്ചത് ഇത്ര സെറ്റപ്പൊക്കെ ഉണ്ടാവുന്നത്. നൈസ്. എനിവേ ഐ എം ഇംപ്രസ്ഡ്. പിന്നെ ഇനി ഫുഡ് നമുക്ക് നോക്കിയാൽ മതി എങ്ങനെ ഇരിക്കുന്നത്. നല്ലതായിരിക്കും. ഹോപ്പ്. അങ്ങനെ പോകുകയാണ്. ഫ്ലൈറ്റ് എടുത്തു. ഇവിടെ ഒരാൾ കുത്തി കളിച്ചോണ്ടിരിക്കുക. ഇത് ഹെഡ്സെറ്റില്ല കേൾക്കില്ല. എല്ലാവരും കുത്തി കളിച്ചോണ്ടിരിക്കുക. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പിള്ളേരെ പോലെ ഇവരുടെ കാട്ടായിട്ടാണ് നമുക്ക് തോന്നണത്. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തിട്ട് ഇരിക്കുക. ലാസ്റ്റ് ഇന്ത്യയിൽ ലാസ്റ്റാണ് ഇന്ന്. അതൊക്കെ തന്നെ. ഇനി ചെറിയ കളികളൊന്നുമില്ല, വലിയ കളികൾ മാത്രം അല്ലേ നമ്മളെ. ഈ നിമിഷത്തിൽ ഇന്ത്യ വിട്ടു പോകുന്ന ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളെ ഇന്ത്യ വിട്ടു പോകുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ജയ് മഹേശ്വരി. ബാഹുബലിയോ അപ്പം രാവിലെ ഫുഡ് വന്നു. എന്നോട് ചോദിക്കണ്ട.